പിന്നെ അതുപോലെ തന്നെ ക്യാൻസറിനെ പിന്നെ നമുക്ക് പിന്നെ തടയാൻ കഴിയുമോ? അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് അറിയാം നമ്മുടെ ഞങ്ങളുടെ ഈ ഏരിയയിലൊക്കെ, പ്രത്യേകിച്ച് മലബാർ ഏരിയയിലൊക്കെ കിഡ്നി രോഗികൾ കൂടുതലുള്ളൊരു സംസ്ഥാനമാണ്, ഏരിയയാണ് മലബാർ ഏരിയ. അപ്പോൾ ഒരുപക്ഷെ സാർ പറഞ്ഞ പോലെ ഭക്ഷണത്തിൻ്റെ ഒരു പ്രശ്നം കൊണ്ടായിരിക്കാം അതൊക്കെ. ഇപ്പോൾ അതിനെപ്പറ്റിയുള്ള പഠനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനൊക്കെ ഈ ഒരു പ്രൊഡക്റ്റ് എത്രമാത്രം എഫക്റ്റീവ് ആകും? തീർച്ചയായിട്ടും നമ്മൾ ഉദ്ദേശിക്കുന്നതാണ്, അസുഖം വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ അസുഖം വരാതിരിക്കണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ എന്തുകൊണ്ട് അസുഖം വരുന്നു, ഈ രീതിയിലേക്ക് നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട സമയം. പ്രത്യേകിച്ച് ക്യാൻസർ പോലുള്ള അസുഖങ്ങളാണെങ്കിലും ഈ പറയുന്ന റീനൽ ഡിസീസ് ആണെങ്കിലും ഹാർട്ട് ഫെയിലിയർ ആണെങ്കിലും എന്തുകൊണ്ട് വരുന്നു എന്നുള്ളതിന് കാരണമുണ്ട്. നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ ഫ്രീ റാഡിക്കൽസ് ബോഡിയിൽ അടിഞ്ഞുകൂടുക. പിന്നെ ചില ഭക്ഷണങ്ങൾ, വിരുദ്ധാഹാരങ്ങൾ നമ്മൾ കഴിക്കുന്നുണ്ട്. ഭക്ഷണങ്ങൾ കഴിക്കാനുള്ള സമയമുണ്ട്, ആ സമയത്ത് കഴിക്കുന്ന ഭക്ഷണം. നമുക്കറിയാം മനുഷ്യനല്ലാത്ത മറ്റൊരു ജീവിയും സൂര്യൻ അസ്തമിച്ചതിന് ശേഷം ഭക്ഷണം കഴിക്കുന്നവരായിട്ടില്ല. പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മുടെ നാട്ടിലാണെങ്കിലും ഈവനിങ്ങിലാണ് മറ്റു ഭക്ഷ്യശാലകളൊക്കെ തുറക്കുന്നത്, രാത്രി 2 മണിക്കാണ് ക്ലോസ് ചെയ്യുന്നത്. അത് വലിയൊരു അപകടമാണ്. അതുകൂടാതെ തന്നെ നമ്മുടെ ബോഡിയിൽ വരുന്ന ടോക്സിൻസിനെയും ഫ്രീ റാഡിക്കൽസിനെയും നീക്കം ചെയ്യുകയാണെങ്കിൽ ഇത്തരം അസുഖങ്ങളെ ഒരു പരിധി വരെ നമുക്ക് തടഞ്ഞു നിർത്താൻ പറ്റും. അതുകൂടാതെ നമ്മുടെ പ്രതിരോധ ശേഷി നമ്മൾ കൺട്രോൾ ചെയ്ത് നമുക്കൊരു ബാലൻസ് ചെയ്ത് നിർത്തേണ്ട ആവശ്യമുണ്ട്. ഇപ്പോൾ കൊറോണ വന്ന സമയത്ത് മലയാളികളുടെ പ്രതിരോധ ശേഷി എന്താണെന്ന് തിരിച്ചറിയാൻ, അപ്പോൾ അതിൽ നമ്മൾ ശ്രദ്ധ വെക്കണം. ഒരുപാട് ആളുകൾ ശ്രദ്ധിച്ചു തുടങ്ങിയിട്ടുണ്ട്, ഭക്ഷണ കാര്യത്തിലൊക്കെ ശ്രദ്ധ ഊന്നി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമുക്കൊരു പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റിയ ഭക്ഷണങ്ങളിൽ എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ ഇന്ന് ഇന്ത്യയിൽ കിട്ടാവുന്ന ബെസ്റ്റ് ഫുഡ് എന്ന് വേണമെങ്കിൽ ദിവാ സീക്രട്ടിനെ പറയാം. തീർച്ചയായിട്ടും. അപ്പോൾ ഇത് കഴിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ടോ? അതായത് വെള്ളം കൂടുതൽ കുടിക്കണം, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? തീർച്ചയായിട്ടും. നമ്മുടെ ബോഡിയിലുള്ള ടോക്സിൻസ് റിമൂവ് ചെയ്യുമ്പോൾ ആ അഴുക്കിനെ പുറത്തേക്ക് കളയാനായിട്ട് ഒന്ന് വിയർപ്പിലൂടെ സ്വെറ്റ്, 2 യൂറിനേഷൻ, മെയിൻ ആയിട്ട് പിന്നെ മോഷൻ, ഇതിലൂടെയാണ് പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ യൂറിനേഷനോട് ഈസി ആയിട്ട് നമ്മുടെ ടോക്സിൻ പോകണമെങ്കിൽ വെള്ളം നമുക്ക് കൃത്യമായിട്ട് കഴിക്കണം. അതായത് കൃത്യമായ ഇടവേളയിൽ വെള്ളം ഓരോ 15 മിനിറ്റിലും ഓരോ കവിള് വെള്ളം കുടിക്കുക എന്നാണ് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത്. പറ്റുവാണെങ്കിൽ ഏറ്റവും ബെറ്റർ ആണ്. അങ്ങനെ ഉപയോഗിക്കുമ്പോൾ ആളുകൾക്ക് പെട്ടെന്ന് നല്ല റിസൾട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ നമുക്കറിയാം ഷുഗർ രോഗികൾ, നമ്മളെ ജീവിതശൈലി രോഗങ്ങൾ കൂടുതലുള്ള ഒരു സംസ്ഥാനം തന്നെയാണ് നമ്മുടേത്. തീർച്ചയായും. അപ്പം അത്തരം ആളുകൾക്ക് ഇത് എത്രത്തോളം എഫക്റ്റീവ് ആകും? ഷുഗർ രോഗത്തെ പറ്റി പറയുകയാണെങ്കിൽ ഇന്ന് പണ്ട് ആളുകളൊക്കെ ചിന്തിച്ചിരുന്ന രക്തത്തിലെ പഞ്ചസാര കൂടുന്ന ഒന്നാണ്. ഇന്ന് ആളുകൾ മറ്റു മീഡിയാസും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയ സമയത്ത് മനസ്സിലായിട്ടുണ്ട് ഷുഗർ ബന്ധപ്പെട്ട് വരുന്ന അസുഖങ്ങൾ, അതായത് ഇപ്പോൾ കണ്ണിന്റെ കാഴ്ച മാക്കുലർ ഡീജനറേഷനോ, അതല്ലെങ്കിൽ ന്യൂറോപ്പതി, അല്ലെങ്കിൽ ഗാംഗ്രീൻ പോലുള്ള അസുഖങ്ങൾ, അതല്ലെങ്കിൽ റീനൽ ഫെയിലിയർ, അതല്ലെങ്കിൽ ലിവറിനെ സംബന്ധിക്കുന്ന അസുഖങ്ങളെല്ലാം തന്നെ വർദ്ധിച്ചു വരുന്ന സമയമാണ്. അപ്പോൾ ഷുഗർ എന്ന് പറയുന്ന നമ്മൾ ചിന്തിക്കുന്നതല്ല, അതിനോട് ബന്ധപ്പെട്ട അസുഖങ്ങളാണ് മാരകമായിട്ട് വരുന്നത്. അപ്പോൾ അത്തരം രീതിയിൽ അതിൽ നിന്നെല്ലാം ഒഴിവാവാനായിട്ട് നമ്മുടെ ബോഡിയുടെ ഫ്രീ റാഡിക്കൽസിനെ ഒഴിവാക്കുകയും ടോക്സിൻസിനെ റിമൂവ് ചെയ്യുകയും പ്രതിരോധശേഷി കറക്റ്റ് ആവുകയും ഹോർമോൺ ബാലൻസ് ചെയ്യുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. ഇതെല്ലാം നടക്കാനുള്ള ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള, എക്കണോമിക്കൽ ആയിട്ടുള്ള, നാച്ചുറൽ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ദിവാ സീക്രട്ട്. അത് കഴിച്ചാൽ നമുക്ക് മനസ്സിലാവും ഏത് ഷുഗർ രോഗിയാണെങ്കിലും വെറും 10 ദിവസത്തിനുള്ളിൽ അവരിൽ മാറ്റങ്ങൾ കാണാൻ പറ്റും. മാറ്റങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്കറിയാം ഈ ഒരു പാക്കിൽ എത്ര ദിവസത്തേക്കാണ്? 11 ശേഷം, അതായത് 11 ദിവസത്തേക്കുള്ളത് അല്ലേ? ഒരു ദിവസം ഒരു ശേഷം കഴിച്ചാൽ മതിയല്ലോ അല്ലേ? അതെ. തുടക്കക്കാരാണെങ്കിൽ രാവിലെ പകുതി, രാത്രി പകുതി, ആ രീതിയിൽ തുടങ്ങാം. ഓക്കെ. ഇപ്പോൾ നമുക്കറിയാം ഇത് പല ആളുകളും ചോദിക്കുമ്പോൾ ഇതിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കേണ്ട ഒന്നാണോ എന്ന് ചോദിക്കുന്നുണ്ടായിരിക്കും. എന്താണ് അതിനെ കുറിച്ച് പറയാൻ? കാരണം ഇത് കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുകയാണെങ്കിൽ സാമ്പത്തികമായിട്ടും നമുക്കൊരു സാധാരണ രീതിയിൽ ഒരു 4 ബോക്സ് ഒക്കെ കഴിക്കുകയാണെങ്കിൽ നല്ലൊരു റിസൾട്ട് വരും. പിന്നെ നമ്മൾ ഡയറ്റിലൂടെ നമ്മുടെ ജീവിത ശൈലിയിൽ മാറ്റം വരുത്തിയാൽ നമുക്ക് ആരോഗ്യപരമായിട്ട് മുന്നോട്ട് നീങ്ങാം. ഓക്കെ സർ, ഇനിയിപ്പോൾ നമുക്കറിയണം ഇപ്പോൾ ഇതിൻ്റെ ഒരുപാട് ഫീച്ചേഴ്സും അതുപോലെ തന്നെ ഇതുകൊണ്ട് നമുക്ക് നമ്മുടെ ആരോഗ്യപരമായിട്ട് നേടാവുന്ന ഒരുപാട് സംഗതികളും സാറ് പറഞ്ഞു. ഇനി എനിക്കറിയേണ്ടത്, ഇപ്പോൾ ഈ പ്രൊഡക്റ്റുകൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കും നമ്മുടെ ഈ വീഡിയോ കാണുന്നത്. അപ്പോൾ നമുക്ക് ആർക്കാണ് നമ്മുടെ ജീവിതത്തിൽ ആരോഗ്യവാന്മാരായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കാത്ത ആളുകൾ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും മറ്റൊരു കാറ്റഗറി ആളുകളുണ്ട്, പ്രത്യേകിച്ച് നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾ. ഇതിൽ എന്തെങ്കിലും ബിസിനസ് സാധ്യതകളുണ്ടോ എന്ന് അന്വേഷിക്കുന്ന ആളുകൾ, അവർക്ക് വേണ്ടി ഈ ഒരു പ്രൊഡക്റ്റിൽ, ദിവാ സീക്രട്ടിൽ എന്തെങ്കിലും ബിസിനസ് സാധ്യതകൾ സാർ കാണുന്നുണ്ടോ?
തീർച്ചയായിട്ടും ഞാൻ സാറിൻ്റെ 1-2 വീഡിയോസൊക്കെ ഞാൻ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊക്കെ ഞാൻ കണ്ടൊരു പോയിന്റ് എന്താണെങ്കിൽ സത്യസന്ധമായിട്ടുള്ളൊരു അവതരണമുള്ളൊരു വീഡിയോ ആണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. അപ്പം അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ബിസിനസ് സാധ്യതയുണ്ട്. അപ്പം അതിൽ പ്രത്യേകത സാർ മുൻപ് പറഞ്ഞ പോലെ തന്നെ മറ്റുള്ളവരെ സഹായിച്ചുകൊണ്ട് ഒരാളുടെയും 1 രൂപ പോലും നഷ്ടപ്പെടുത്താതെ നമ്മുടെ സ്വപ്നങ്ങൾ എത്ര വലുതാണോ അതെല്ലാം ഫുൾഫിൽ ചെയ്യാൻ പറ്റാവുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കേണ്ടതുണ്ട്. കാരണം നമ്മൾ പറഞ്ഞു ഒരു ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെയും ഒരു കാരണവശാലും നഷ്ടം വരാതെയും നമുക്ക് എന്താണോ ആവശ്യമുള്ളത് എന്നുണ്ടെങ്കിൽ മറ്റുള്ളവരെ സഹായിച്ചുകൊണ്ട് നേടാനുള്ള ഒരു അവസരം, അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ എന്തായാലും അത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്ന ആളുകൾ സാറിനെ കോൺടാക്ട് ചെയ്യും. അപ്പോൾ സാർ വിശദമായിട്ട് പറഞ്ഞു കൊടുക്കുക. എന്തായാലും ഇന്നിപ്പോൾ നമ്മളിവിടെ ഈ ഒരു പ്രൊഡക്റ്റിന്റെ മറ്റ് ഫീച്ചേഴ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു പ്രൊഡക്റ്റ് എത്രമാത്രം നമ്മളെ നിത്യജീവിതത്തിൽ ഗുണം ചെയ്യുമെന്നും നമ്മുടെ ആരോഗ്യം എത്രമാത്രം നമുക്ക് സംരക്ഷിക്കാൻ കഴിയുമെന്നും മറ്റു അസുഖങ്ങൾ വരാണ്ട് നമുക്ക് എങ്ങനെ നമ്മുടെ ശരീരത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാമെന്നും നമ്മൾ ലൈഫിൽ സാറ് പറഞ്ഞ പോലെ ക്യാഷ് ഉണ്ടാക്കുക എന്നുള്ളതല്ല, എത്ര കാലം ജീവിക്കുക എന്നുള്ളതല്ല, നമ്മൾ ആരോഗ്യപരമായിട്ട് സന്തോഷത്തോടു കൂടി ജീവിക്കുക എന്നുള്ളതാണ് മുഖ്യം. അപ്പോൾ അത്തരത്തിലുള്ള ഒരു യുണീക്ക് അല്ലെങ്കിൽ ഒരു മൊണോപ്പൊളി പ്രൊഡക്റ്റ് ആണ് ദിവാ സീക്രട്ട് എന്ന് നമുക്ക് പറയാം, അല്ലേ? ഓക്കെ. അപ്പോൾ നമുക്ക് ഇനി ഈ ഒരു പ്രൊഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ അവർ എന്താണ് ചെയ്യേണ്ടത്? പ്രൊഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കമ്പനി ചാനൽ ത്രൂ ആണ് ഓർഡർ ചെയ്യേണ്ടത്. അപ്പൊ അതിനൊരു സ്പോൺസർഷിപ്പ് ആവശ്യമാണ്. ഈ പറയുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ അതിന് വേണ്ട സഹായങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കാം. അപ്പൊ നമുക്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നമുക്ക് വേണമെങ്കിൽ കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് അതിന്റെ ലിങ്ക് കൊടുക്കാം. അതുപോലെ തന്നെ ആളുകൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാവരുടെയും നമ്പർ കൊടുക്കാം, അല്ലേ? അപ്പോൾ എന്തായാലും ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ പറഞ്ഞ പോലെ ദിവാ സീക്രട്ട് എന്ന് പറയുന്ന ഈ ഒരു പ്രൊഡക്റ്റ്, ഇതിന്റെ പേരിൽ തന്നെ അതുണ്ട് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ദിവ്യമായിട്ടുള്ള ഒന്ന് ദിവ, അതുപോലെ തന്നെ വളരെ ഇതിന്റെ കണ്ടന്റുകൾ വളരെ സീക്രട്ടായിട്ട് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അത്രത്തോളം വളരെ യുണീക്കായിട്ടുള്ള മൊണോപ്പൊളി ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ദിവാ സീക്രട്ട് എന്ന് പറയുന്ന ഈ ഒരു പ്രൊഡക്റ്റ്. നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ, ആരോഗ്യപരമായിട്ട് നിങ്ങളുടെ നിത്യജീവിതം വളരെ സന്തോഷകരമായി മുമ്പോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക. ഇനിയും ഇതിനെ പറ്റി എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതിൻ്റെ എക്സ്പേർട്ടുകളാണ് 3 പേരും, ഇവരോട് നിങ്ങൾക്ക് ചോദിക്കാം. സാർ ഇപ്പോൾ വളരെ വിശദമായിട്ട് ഒരു ഡോക്ടർ എങ്ങനെ പറയുന്നു ആ രീതിയിൽ നിങ്ങളോട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. അപ്പോൾ ഞാൻ ഇവരുടെ കോൺടാക്ട് നമ്പറും അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നുണ്ട്. നിങ്ങൾ ഇന്ന് തന്നെ ഈ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുക. സർ, ഇനി നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി ഈ ഒരു കാലഘട്ടം നമുക്കറിയാം വ്യത്യസ്തമായിട്ടുള്ള സാറ് പറഞ്ഞ പോലെ ഇമോഷനെ ഒരുപാട് എഫക്റ്റ് ചെയ്യുന്ന, അപ്പോൾ നമ്മൾ നിത്യജീവിതത്തിൽ കാണുന്ന അല്ലെങ്കിൽ നിത്യവും കാണുന്ന ഓരോ റിപ്പോർട്ടുകളും നമ്മുടെ ഇമോഷനുമായി ബന്ധപ്പെട്ട ഒരുപാട് റിപ്പോർട്ടുകളുണ്ട്. അപ്പോൾ സാറിന് ഈ ഒരു ജനറേഷന് എന്താണ് കൊടുക്കുവാനുള്ള അഡ്വൈസ്? ഈ ജനറേഷനെ സംബന്ധിച്ച് നമ്മൾ ശരിക്കും പറഞ്ഞാൽ പഴയ കാലം മറക്കാതിരിക്കുക. അപ്പോൾ അതിലൊരുപാട് മെസ്സേജുകളുണ്ട്. നമ്മൾ വീട്ടിലാണെങ്കിൽ, ഞാൻ ചെറുപ്പത്തിലൊക്കെ ആണെങ്കിൽ നമ്മുടെ വീട്ടിൽ ചെയ്തിരുന്ന കാര്യങ്ങൾ, മുറ്റമടിക്കുക, വെള്ളം കോരുക, അമ്മയിൽ അരയ്ക്കുക, ഇതെല്ലാം വളരെ വലിയ എക്സസൈസ് ആയിരുന്നു. സ്ത്രീകൾക്ക് ആർക്കും തന്നെ തോള് വേദനയോ പുറം വേദനയോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇന്ന് ഏറ്റവും കൂടുതൽ അസുഖമുള്ളത് സ്ത്രീകൾക്കാണ്. അതുപോലെ തന്നെ നിലത്തിരുന്നു കൊണ്ടുള്ള പാചകം ചെയ്യുന്ന രീതി, അതെല്ലാം നമ്മൾ വിട്ടുപോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ പരിഷ്കാരം നമുക്ക് ആവശ്യമാണെങ്കിലും ആരോഗ്യത്തെ നശിപ്പിച്ചുകൊണ്ടുള്ള പരിഷ്കാരത്തിലേക്ക് പോവരുതെന്നാണ്. ഇനി നമ്മുടെ തിരക്ക് പിടിച്ച ജീവിതത്തിൽ ഒരുപാട് ഘടകങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും അവിടെ ദിവാ സീക്രട്ട് ഇമ്പോർട്ടന്റ് 25 ഇൻഗ്രീഡിയൻസിന്റെ സൂപ്പർ സെല്ലുകളുടെ ഒരു കൂമ്പാരമാണ് ദിവാ സീക്രട്ട്. അപ്പൊ നമുക്ക് പറ്റിയ തെറ്റുകൾ, ബോഡിക്ക് പറ്റിയ തെറ്റുകളെ പരിഹരിക്കാനുള്ള എളുപ്പമാർഗമാണ്. അല്ലെങ്കിൽ നമ്മൾ നേച്ചുറൽ ആയിട്ടുള്ള രീതിയിലേക്ക് മടങ്ങണം. അത് പ്രാക്ടിക്കലി ബുദ്ധിമുട്ടായതുകൊണ്ട് 2 രീതിയാണ് സജസ്റ്റ് ചെയ്യുന്നത്. ഒന്ന് പ്രകൃതിയിലേക്ക് മടങ്ങുക, അല്ലെങ്കിൽ ഈ തിരക്ക് പിടിച്ച ജീവിതത്തിൽ നമ്മൾ പ്രകൃതിയോട് ഇണങ്ങുന്ന ഇത്തരം പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്യാം. ഓക്കെ, ഇനി എന്തായാലും ഈ ഒരു വലിയൊരു ഇൻഫർമേഷൻ നമ്മുടെ കമ്മ്യൂണിറ്റിയിലേക്ക് പ്രൊവൈഡ് ചെയ്തതിന് ഒരുപാട് താങ്ക്സ് പറയുകയാണ്. ഓക്കെ, താങ്ക് യു സർ.